ഒബ്വിയസ്ലി നമ്മളുടെ ഓണാഘോഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാരും അവരുടേതായ രീതിയിൽ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവര് എനിക്ക് മാർക്കറ്റ് ചെയ്തിട്ട് വിൽക്കാൻ നോക്കുക. അപ്പൊ ഡൈന പറയൂ കുട്ടി. അയ്യോ അവളെ പേര് ഇപ്പഴാ വായിച്ചു നോക്കുന്നേ. ചേച്ചി എന്റേത് പരിപ്പ് പായസമാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടോ അതില് പരിപ്പാണോ? കേൾക്കണോ? ഇരുന്ന് കേൾക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരാം. ശരി അയ്യോ പറയൂ. അതായത് ഓണപരിപാടി ആയിക്കൊള്ളട്ടെ, ഒരു സദ്യ ആയിക്കൊള്ളട്ടെ, ഏറ്റവും പ്രധാനിയാണ് പരിപ്പ്. നമ്മൾ പായസങ്ങൾ ഉണ്ടായിരിക്കും. ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കൂ, ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയൊരു യുദ്ധം വരെ ജയിച്ചത് ഈ പരിപ്പ് പായസം കൊണ്ടാണ്. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് പരിപ്പ് പായസം കൊടുത്തിട്ട് രണ്ട് ശക്തമായ സാമ്രാജ്യം തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ഇപ്പൊ രാജാവിന് അറിയില്ല എങ്ങനെ ജയിക്കും. ഭയങ്കര ബോറിംഗ് ആണ്. ഇവിടെ വരും അടുത്ത പായസം ഞാൻ വെച്ചുതരാം. അതായത് സംഭവം പായസം എന്ന് പറയുന്നത് ചേച്ചി പാതാളം, തോവാളം, കോവളം എല്ലാത്തിലും ഓണമുണ്ട്. കാര്യം പാതാളത്ത് മഹാബലി ഇല്ല പറഞ്ഞാലോ. തോവളത്ത് പൂ പറിക്കുന്നു, കോവളത്ത് പോയി ഓണം ആഘോഷിക്കുന്നു. കോവളത്ത് എന്തുണ്ട്? ഇല്ലല്ലല്ല, ആ കടലുണ്ട്. ആ കടലിന്റെ അടുത്തൊരു കടയുണ്ട്. ആ കടയിലുണ്ട് കടലപ്രഥമൻ. ആര് മേക്ക് ചെയ്ത പ്രഥമൻ? ഗോപിയണ്ണൻ മേക്ക് ചെയ്ത പ്രഥമൻ. ഈ പ്രഥമനൊരു വലിയ പ്രത്യേകത ഉണ്ട്. ഓരോ സ്പൂൺ കുടിക്കുമ്പോഴും സൗന്ദര്യം കൂടിക്കൂടി വരും. ഈ പരിപ്പ് പായസം ഉണ്ടാക്കിയത് പോലീസുകാരൻ ഇടിച്ച് പരിപ്പിളക്കി ഉണ്ടാക്കിയ പായസം. പ്രിയജനങ്ങളെ, കേരള ഫയർഫോഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കഴിക്കുമ്പോ തീ എത്തും. അല്ല, തീ ചിലപ്പോ കത്തും. കാരണം അത് എന്താന്ന് വെച്ചാൽ സേമിയ പായസം എന്ന് പറയുന്നത്, ചേച്ചി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതില് ചിലപ്പം എഴുതിയിരിക്കുന്നത് സെമിയ പായസം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അതാണ് പറയാൻ വന്നത്. അതായത് സേമിയ പായസം എന്ന് പറയുന്നത് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ആ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വന്ന് നോക്കുവാണെങ്കിൽ ഫുള്ള് റിസ്ക് ആണ്. ഗ്യാസാണ്. പക്ഷെ എന്റെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ എന്താ, എനിക്ക് പാലിന്റെ അലർജി ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. ഏത് പരിപാടി എന്ത് പറയുന്നത് നമുക്ക് ഒന്നുമില്ല. പഴം മാറ്റി വെച്ച് എന്തെങ്കിലും ആഘോഷം നമുക്ക് ഉണ്ടാ. ഈ ഫ്ലോറിൽ ഇത്രയും പഴങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾ വാഴയും ഞാൻ പഴവും. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കണം. ഈ പഴം എന്നുള്ള സാധനം എല്ലാ സാധനത്തിലും പഴം വേണ്ടേ. നമ്മളിപ്പോ കല്യാണം കഴിക്കുന്ന സാമ്പ്രാണത്തിന് കുത്തി വെക്കാൻ മേലും പഴം. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് പഴം. അതുകൊണ്ട് ഈ പഴം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓക്കെ. വാഴ എന്നാണ് പഴം. വാഴയുടെ എല്ലാ സാധനങ്ങളും കൂടെ ഉള്ളതല്ലേ. പറ്റില്ല. ഇതാ വാഴപ്പഴം. ചേച്ചി നമുക്കിപ്പോ രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാര്യമുണ്ട് നമ്മൾ പഴം കഴിക്കൂലേ ചേച്ചി? പായസത്തിന്റെ പറ്റിയല്ലേ? ആ പഴം കൊണ്ടുണ്ടാക്കി ഒരുത്ത പഴങ്ങളൊക്കെ ഇന്ന് പറയല്ലേ ചൊന്നു വാങ്ങിയ ഇവരോടൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ പറയൂല. ചേച്ചി, കേരളത്തിന്റെ ദേശീയ ദേശീയ പഴമാണ് ചക്ക. നമ്മുടെ നോബൽ ചേട്ടന്റെ സൈസിൽ ഒരു ചക്ക കർണാടക ബോർഡർ. ഞാൻ എന്റെ ഞാൻ വെട്ടി ഞാൻ ഉണ്ടാക്കിയതാ. ഇവരുടെയൊക്കെ പായസത്തിൽ ഷുഗർ ഉണ്ടാവും. ഇതിൽ ഷുഗർ ഇല്ല. കാരണം ചക്കയില് ഷുഗർ ഉണ്ട്. ഷുഗർ ഇല്ല, ഗ്യാസ് ഇല്ല, ചക്ക ഇല്ലാത്തൊരു കേരളത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? പരിപ്പില്ലാത്ത പായസം ഉണ്ട്. ചക്ക പായസം ചേച്ചി അധികം കുടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വിടിയേച്ചി ഇത്രയും നല്ലൊരു പായസം. പഴം ആലോചിച്ച് നോക്ക്. പഴം പായസം. ചേച്ചിക്ക് പാല് അടിക്കാമോ? ഓണം പ്രമാണിച്ച് കടലപ്രഥമ ഫ്രീ ആണ്. വേണ്ട 3 വീട് ഉറങ്ങില്ല. ഒറ്റ കച്ചവടത്തിൽ എനിക്ക് കാര്യം പറയാം. ഒരു ശർക്കര ഒന്നും ചേർക്കാണ്ട് അതാണ് ഇവർക്ക് അറിയില്ലാത്ത. ശർക്കര ഉണ്ടാക്കുന്നതിന് പാലുകൊണ്ട് ഉണ്ടാക്കുന്നതിന് ഓണ സമയത്ത് ഈ എല്ലാം പായസങ്ങളും എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഏറ്റവും നന്നായി നമ്മളല്ലേ ഭയങ്കര മാർക്കറ്റിംഗ്, ഭയങ്കര ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഭയങ്കര ഫിയേഴ്സി ഒരു മാർക്കറ്റിംഗ് ചെയ്ത് ഒരേ ഒരാളാണ് ഒരു പഴം
ഒരു പഴം ഒരു മറ്റൊരു പഴത്തിനെ പ്രൊമോട്ട് ചെയ്തു അല്ലേ അല്ലേ അതല്ലേ? ആരാണ് പഴം? ഞാൻ ഈ പഴത്തിന് ചേച്ചിയല്ല പറഞ്ഞ ചേച്ചി ഒരു പഴം. എന്നെയാണോ വിളിച്ചത് എന്റെ അമ്മ സത്യം, ചേച്ചിയാണ് സത്യം. ആര്? ഞാൻ എന്റെ അമ്മയാണോ? അല്ല, എന്റെ അമ്മ സത്യം, ചേച്ചിയാണ് സത്യം. ഒരു പഴം വേറൊരു പഴത്തിനെ മാർക്കറ്റ് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ? അല്ല ഒരു മിനിറ്റ്, അത് ഞാൻ cash ചെയ്യാം. പടക്കം, അല്ല, മാറി ഒരു മിനിറ്റ്, നോബി ചേട്ടൻ ഇത് മാർക്കറ്റ് ചെയ്തേ, ഇത് മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട്. ഒരു ചക്ക. ഒരു പഴത്തെ മാർക്കറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് എടി എന്റെ കടല മതി എനിക്ക് ചേച്ചി പടക്കം മാറി നിൽക്കൂ പടക്കം. ഹലോ ഹലോ, ഇവിടെ സമ്മാനം കഴിഞ്ഞാണ്. ഇനി എത്തിരണം ഫോൺ. ഈ മുണ്ട് എന്തിനാണ് പാലക്കാരൻ ചേച്ചി ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ശരി ശ്വേത ചേച്ചി, എങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. സെക്കൻഡ് പ്രൈസ് എനിക്കാന്നറിയാം, പക്ഷെ ആദ്യം പേര് ശരിയായിട്ട് എഴുതിക്കോട്ടെ, അതിന്റെ പ്രൈസ് അല്ല ഞാൻ പറഞ്ഞു, അപ്പൊ അത് സെമി ആണെന്ന് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞ സെക്കൻഡ് പ്രൈസ് എലിനക്ക് അതൊക്കെ self marketing. സത്യമായിട്ട് തേർഡ് നമ്മളുടെ ചക്ക നല്ല പായസം. രീതിയിൽ പറഞ്ഞു. കേരളത്തിന്റെ ദേശീയ പക്ഷി പോരെ. പക്ഷിയാണോ ഫലമാണോ? കേരളത്തിന്റെ ദേശീയ പക്ഷി വന്നിരിക്കുന്ന ഫ്രൂട്ടില് ഉണ്ടാക്കിയ കേരളത്തിന്റെ ദേശീയ പക്ഷി ഏതാ? മലമുഴക്കി വേഴാമ്പൽ. അയ്യോ, എവിടെ മുഴുക്കി? മലമുഴക്കി വേഴാമ്പൽ. അങ്ങനെ പണ്ട് സ്കൂളിൽ തല്ലി പഠിപ്പിച്ചതാണ്. ആണോ ചേച്ചി? നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മാറ്റണം. കാരണം എന്താ അറിയോ, ഇവരുടെ എല്ലാ സാധനങ്ങളും മൃഗങ്ങളും പക്ഷികളും എനിക്ക് ഒക്കെ ഭയങ്കര വന്നിരിക്കുന്നതാണ്. കടലല്ലേ? പഴം പായസം ഫസ്റ്റ്, വണ്ട് അല്ല, സെക്കൻഡ് പായസം അക്ഷരത്തെറ്റ് സേമിയ, തേർഡ് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇത് നിപ്പ എന്തോ വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു നമുക്ക് പറ്റിയത് ഓൺലൈൻ മാർക്കറ്റിംഗ്. എടി തേർഡ് പ്രൈസ് കടല. കിട്ടി. ചേടിതാ അല്ല, ഡയാനക്ക് ഇനി എങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റും? മൊത്തം അവള് തന്നെ കുടിച്ചു. അതെങ്കിലും നടക്കട്ടെ. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് പായസ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ മത്സരത്തിന്റെ വിജയകർത്താക്കൾ വിജയകർത്താവ് ആയ നമ്മുടെ പ്രമാണി വിധികർത്താവ്. വിജയകർത്താവ് വിധികർത്താവ്. വിധികർത്താവ് നമ്മുടെ ഒരു വിധിയെ. കർത്താവേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പ്രമാണി വിജയൻ കർത്താവ്. അതായത് വിജയം. പ്രിയമുള്ളവരെ, ഒരു പരസ്യമുണ്ട്. നാക്ക് തിരിയുന്ന ആങ്കറിന് അപ്പൊ എത്രയും പെട്ടെന്ന് അപേക്ഷകൾ ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നല്ല നാക്ക് തിരിയുന്ന ഒരു ആങ്കർ എത്രയും പെട്ടെന്ന് വരിക. പരിപാടി ഈ വിജയം. ഭൂലോകത്ത് അങ്ങനെ ഉണ്ടാവില്ല. അല്ല എലീന, ഇവിടെ ഒരു കൗണ്ടർ വന്നു. എന്തായിരുന്നു ഈശ്വര, എന്റെ കൗണ്ടർ പോയോ? വിജയ കർത്താവ് എന്ന് പറഞ്ഞില്ലേ, കർത്താവ് വരുമ്പോ ക്രിയ വരില്ല, അത് തെറ്റാണ്. നല്ല സാധനം. ഇല്ല, നിനക്കായിരുന്നു ഈ പഴം വേണ്ടത്. പഴം പായസം. ഒന്നുമില്ല, മത്സരം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താ പ്രമാണി? ഓണമല്ലേ? ഡിസ്പോസിബിൾ ഗ്ലാസ് എന്റെ ഉണ്ട്. ഞാൻ കൊണ്ടുവരാം. അല്ലല്ല, നമുക്ക് മത്സരം തുടങ്ങാം. നമ്മള് ഇത്തവണ വടക്കേക്കര ആദ്യം തുടങ്ങാൻ പോണ പരിപാടി ഒന്നുമല്ല. നമ്മളിപ്പോ ഓൾറെഡി പായസത്തിന്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കേരളത്തിലെ ഏറ്റവും മികച്ച പായസം ഉണ്ടാക്കുന്ന ആളിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? എല്ലാവർക്കും. എന്നാ കേരളത്തിലെ ഏറ്റവും മികച്ച പായസം വീരനെ നമുക്ക് പരിചയപ്പെടാം. തെക്കേക്കര വടക്കേക്കര ഓണോത്സവമാക്കി കോമഡി മാസ്റ്റർ രംഗേണനും അമ്പാനും കൂടി ഞാനാണ് ഈ നാട്ടിന്റെ പ്രമാണി. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് പഴം. പള്ളിയിൽ പഴമില്ല. പള്ളി പോവോ? ഞാൻ പള്ളിയിൽ അപ്പൊ പഴം ഉണ്ട്. മാവേലി നാടും ആ കടലിന്റെ അടുത്തൊരു കടയുണ്ട്. ആ കടയിലുണ്ട് കടലപ്രഥമൻ. പൊട്ടിച്ചിരിയുടെ മേളപ്പെരുമയിൽ നാലും കൂട്ടി മുറുക്കി കോമഡി മാസ്റ്റർ. ഈ മത്സരത്തിന്റെ വിജയകർത്താക്കൾ വിധികർത്താവ്. നാക്ക് തിരിയുന്ന ആങ്കറിന് ആവശ്യമുണ്ട്.